അങ്ങനെ ജീവിതത്തിൽ ആദ്യമായിട്ട് ഗോപാല കഷായം അഥവാ സാക്ഷാൽ അമ്പലപ്പുഴ പാൽപ്പായസവും നരകൈവെണ്ണയും ത്രിമധുരവും ഒക്കെ ഞാനും കഴിച്ചിടും. പാൽപ്പായസത്തിൽ പഞ്ചാര ചേർക്കുന്നതിന് മുൻപുള്ള വാസുദേവ എന്ന പഞ്ചാര വിളിയില്ലേ, അത് കേൾക്കണമെന്ന് ഒരുപാട് ആഗ്രഹിച്ചിരുന്നെങ്കിലും അത് നടന്നില്ല കേട്ടോ. എന്നാൽ അതിന്റെ ആ സങ്കടം മാറിയത് ഈ പായസം കിട്ടിയപ്പോഴാണ്. അതിന് പ്രധാന കാരണം പ്രീ ബുക്ക് ചെയ്യാത്തത് കൊണ്ടും ഞങ്ങൾ അവിടെ എത്താൻ ഇത്തിരി വൈകിയത് കൊണ്ടും ഒരിക്കലും പ്രതീക്ഷിക്കാതിരുന്ന ഒരു സമയത്താണ് കേട്ടോ നമുക്കിത് കിട്ടിയത്. അതൊക്കെ ഇരിക്കട്ടെ, ഈ പഞ്ചാര വിളിയുടെ ചരിത്രം നിങ്ങൾക്കറിയോ? ഇല്ലെങ്കിൽ ഞാൻ പറഞ്ഞുതരാവേ. പണ്ട് ടിപ്പു സുൽത്താൻ അമ്പലങ്ങളൊക്കെ ആക്രമിച്ചുകൊണ്ടിരുന്ന സമയത്ത് ഗുരുവായൂർ അമ്പലവും ആക്രമിക്കപ്പെടാം എന്ന് ഭയന്ന് ഗുരുവായൂർ പൂരാളൻ മല്ലിശ്ശേരി നമ്പൂതിരിയും ശിങ്കിടികളും തന്ത്രിമാരും ശാന്തിയും എല്ലാവരും ചേർന്ന് ശ്രീകൃഷ്ണ വിഗ്രഹം ചെമ്പകശ്ശേരി രാജാവിന്റെ കൊട്ടാരമായിരുന്ന അമ്പലപ്പുഴ തെക്കേ മഠത്തിൽ ഒരു തിടപ്പിള്ളിയും കിണറും ശ്രീകോവിലും പണിത് സ്ഥാപിച്ചു. പിന്നീട് മറ്റു പല അമ്പലങ്ങൾ ആക്രമിച്ചുവെങ്കിലും ടിപ്പു സുൽത്താനും കൂട്ടാളികൾക്കും ഗുരുവായൂരമ്പലം ആക്രമിക്കാനായിട്ട് സാധിച്ചില്ല കേട്ടോ. ശേഷം ഗുരുവായൂർക്ക് തന്നെ വിഗ്രഹം തിരിച്ചു കൊണ്ടുപോയെങ്കിലും ആ ശ്രീകോവിലൊക്കെ ഇപ്പോഴും അവിടെ അങ്ങനെ തന്നെയുണ്ട് കേട്ടോ. ഇന്നും ഉച്ചയോടുകൂടി ശ്രീകൃഷ്ണൻ പാൽപ്പായസം കുടിക്കാനായിട്ട് അമ്പലപ്പുഴയിൽ എത്തുമെന്നാണ് വിശ്വാസം. പാൽപ്പായസം തയ്യാറാവാറായി എന്ന് ഗുരുവായൂരപ്പനെ അറിയിക്കാനാണത്രേ വാസുദേവ എന്ന് വിളിക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഉച്ചപൂജയ്ക്ക് ശേഷം ഗുരുവായൂർ അമ്പലനട അടയ്ക്കുന്നത് അത്രേ. സരസ്വതി കടാക്ഷം ലഭിച്ച ശ്രീ കുഞ്ചൻ നമ്പ്യാർ തുള്ളൽ എന്ന മഹാപ്രസ്ഥാനത്തിന് തന്നെ രൂപം നൽകിയത് ഇവിടെ നിന്നാണ് കേട്ടോ. അദ്ദേഹം ഉപയോഗിച്ചിരുന്ന ആ മിഴാവ് ഇപ്പോഴും ഇവിടെ സംരക്ഷിച്ചു പോരുന്നു കേട്ടോ. അമ്പലപ്പുഴയുടെയും ഉണ്ണിക്കണ്ണന്റെ കഥകളും ചരിത്രമൊന്നും ഇവിടെ തീരുന്നില്ല കേട്ടോ. മറ്റൊരു വീഡിയോയിൽ കണ്ടുമുട്ടാം. ബൈ ഓൾ.